സോ നമസ്കാരം ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജീവൻ പ്രമാൺ വീട്ടിൽ നിന്ന് സബ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതും വെറും 70 റുപ്പീസിൻ്റെ ഒഫീഷ്യൽ ചാർജസ് കൊണ്ട്. സോ നമ്മുടെ ചാനലിൽ ജീവൻ പ്രമാണിനെ കുറിച്ച് വീഡിയോസൊക്കെ ഉണ്ട്. സോ അതിനൊക്കെ ബയോമെട്രിക് ഡിവൈസിൻ്റെ ആവശ്യമുണ്ട്. സോ ഇതിൽ അതിൻ്റെ ആവശ്യമില്ല. ഈ നോട്ടിഫിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പെൻഷൻ ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയറിൻ്റെ ട്വിറ്റർ പേജിൽ ഒഫീഷ്യലായിട്ട് വന്ന നോട്ടിഫിക്കേഷനാണ് ദാറ്റ് സബ്മിറ്റ് ചെയ്യാൻ നിങ്ങൾ പുറത്തിറങ്ങേണ്ട, വീട്ടിൽ നിന്ന് തന്നെ സബ്മിറ്റ് ചെയ്യുക. ബയോമെട്രിക് ഡിവൈസും ആവശ്യമില്ല. പക്ഷേ പോസ്റ്റൽ വഴി നമ്മൾ ബുക്ക് ചെയ്തിട്ട് വീട്ടിൽ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ഇതിൻ്റെ ഞാനിപ്പോൾ കാണിക്കുന്ന പേജ് എന്തെന്ന് വെച്ചാൽ റെഫറൻസസ് ആൻഡ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാണ്. ഞാൻ ലെഫ്റ്റിൽ കാണിച്ചത് ഒഫീഷ്യൽ ട്വീറ്റാണ് പെൻഷൻ ആൻഡ് പെൻഷനർ വെൽഫെയറിൻ്റെ. അങ്ങനെ അതിൻ്റെ നിങ്ങൾ നോക്കിയാൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ് ഹാസ് ലോഞ്ച് ഡോർസ്റ്റെപ്പ് സർവീസ് ഫോർ പെൻഷനേഴ്സ് ടു സബ്മിറ്റ് ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ്. നോർമലായിട്ട് നമ്മൾ CSC സെൻറ്ററിലോ അല്ല നമ്മുടെ ബാങ്കിൽ പോയിട്ട് നമ്മൾ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യും. സോ ഇതിൻ്റെ അത് ആവശ്യമില്ല. പോസ്റ്റൽ വീട്ടിൽ തന്നെ വരും, അങ്ങനെ സബ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. റൈറ്റ് സൈഡിലുള്ളത് ആ ന്യൂസിനെ കുറിച്ചാണ്. ആക്ച്വലി ലൈവ് മിനിലും പിന്നെ ടൈംസ് ഓഫ് ഇന്ത്യയിലും ഈ ന്യൂസ് വന്നിട്ടുണ്ട്. സോ അതിൻ്റെ റെഫറൻസ് ഞാൻ ലിങ്കിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുത്തിട്ടുണ്ട് ആക്ച്വലി. സോ ഇതിൻ്റെ ബെനിഫിറ്റ്സ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ആദ്യം നമ്മൾ അത് നോക്കാം. അഡ്വാൻറ്റേജ് നോക്കിയാൽ ആദ്യം നിങ്ങൾക്ക് പേപ്പറിൻ്റെ ഏതൊരു ആവശ്യമില്ല. പേപ്പർലെസ് വർക്കാണ്. നോർമലായിട്ട് നമ്മൾ മാനുവൽ സൈനിങ്ങും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സെക്കൻഡ്, വീട്ടിൽ തന്നെ നമ്മൾ ചെയ്യുക. പിന്നെ റഷും പിന്നെ ഇൻസിഡൻറ്റൽ എക്സ്പെൻസസ് എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാം. പിന്നെ ഇത് റിലേറ്റീവ്ലി മച്ച് ചീപ്പറാണ് ദാൻ പർച്ചേസിങ് എ ബയോമെട്രിക് ഡിവൈസ്. ബയോമെട്രിക് ഡിവൈസിൻ്റെ ഇന്നത്തെ റേറ്റ് 2000 പിന്നെ 2000 കുറച്ച് ചോട്ടിലാണ്. സോ അതിൻ്റെ നമുക്കൊരു ഇതില്ലെങ്കിൽ പിന്നെ നമ്മൾ വി ക്യാൻ അവോയ്ഡ് ദാറ്റ് ബൈ ഡൂയിങ് ദിസ് സർവീസ്. ആക്ച്വലി കണ്ടീഷൻസ് ഇതെന്ന് വെച്ചാൽ നമ്മൾ സർവീസ് ചാർജ് പേ ചെയ്യണം. ദാറ്റ്സ് എൻ ഒഫീഷ്യൽ 70 റുപ്പീസ് ആക്ച്വലി ഇൻ ക്യാഷ്. പിന്നെ ഇത് അപ്ലിക്കബിൾ സെൻട്രൽ ഗവൺമെൻറ്റിനാണെന്ന് പറഞ്ഞ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്. അതിൻ്റെയാണ് സ്ക്രീൻഷോട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. പക്ഷേ IPBB ഇന്ത്യൻ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിൽ നമ്മൾ ഒഫീഷ്യലായിട്ട് നോക്കിയാൽ ഈ സ്ക്രീനിൽ തന്നെ ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് ചോട്ടിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിൽ നോക്കിയാൽ ഫോർ ഓൾ പെൻഷനേഴ്സ് എന്ന് ഇട്ടിട്ടുണ്ട്. സോ ഇതൊരു കോൺട്രഡിക്ഷൻ ആണ്. നിങ്ങൾ ഡയറക്റ്റായിട്ട് പോസ്റ്റൽ നിയറസ്റ്റ് IPBBയുടെ ഏതെങ്കിലും കസ്റ്റമർ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് ചോദിക്കണം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ അപ്ലിക്കബിൾ ആണോ അല്ല നിങ്ങളുടെ ഏത് സാങ്ഷനിങ് അതോറിറ്റിയോ അത് ലിസ്റ്റഡ് ആണോ എന്ന് പറഞ്ഞ് ഡയറക്റ്റായിട്ട് ചെയ്താൽ അത് ദാറ്റ് വിൽ ബി ബെനിഫിഷ്യൽ. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആയെങ്കിൽ യാതൊരു കുഴപ്പമില്ല. ഡയറക്റ്റായിട്ട് നിങ്ങൾ ഈ പർട്ടിക്കുലർ റൂട്ട് നിങ്ങൾ അവൈൽ ചെയ്യാം. സോ ഇപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് ഇപ്പോൾ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇപ്പോൾ ആവശ്യമുണ്ട്. അതിനു മുമ്പ് ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുള്ളൂ ഒരു ഇതാണ്. ആദ്യം നിങ്ങൾക്ക് ആധാർ ഉണ്ടായിരിക്കണം, പിന്നെ എക്സിസ്റ്റിംഗ് മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം, പിന്നെ ആ ആധാർ നമ്പർ നിങ്ങളുടെ ബാങ്കിലോട്ട് ലിങ്ക് ആയിരിക്കണം. അത് വളരെ മാൻഡേറ്ററി ആണ് ആക്ച്വലി. സോ ആൻഡ് അഡീഷണൽ ഇൻഫർമേഷൻ നിങ്ങൾ ഹാൻഡി ആയിട്ട് വെച്ചോളൂ. അത് ഏത് ടൈപ്പ് ഓഫ് പെൻഷനാണ്, EPF ആണോ അല്ല ഫാമിലി പെൻഷനാണോ ഏതാണ് അതിൻ്റെ ഡീറ്റെയിൽസും, പിന്നെ സാങ്ഷനിങ് അതോറിറ്റി എവിടെ നിന്നാണ് നിങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നത് ആക്ച്വലി, ലൈക്ക് EPF അല്ല റെയിൽവേ ആണോ അല്ല ഏത് സെൻട്രൽ ഗവൺമെൻറ് ബോഡിയാണോ അതിൻ്റെ സാങ്ഷനിങ് അതോറിറ്റി ഏതാണെന്ന് പറഞ്ഞ ഒരു ഡീറ്റെയിൽസും നമുക്ക് ആവശ്യമുണ്ടായിരിക്കും. അത് നമ്മുടെ പെൻഷൻ കാർഡ് ഉണ്ടെങ്കിൽ അതും ബെനിഫിഷ്യൽ തന്നെയാണ്. പിന്നെ ഡിസ്പെർസിങ് ഏജൻസി ഏത് വഴി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, ബാങ്ക് വഴി വരുന്നുണ്ടോ അല്ല വേറെ എന്ത് റൂട്ടാണ്, ഏതാണ് ബാങ്ക്, ആ ബാങ്കിൻ്റെ ഉള്ള പാസ്ബുക്കോ അല്ല അതിൻ്റെ അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസൊക്കെ നിങ്ങളുടെ അടുത്ത് വെച്ചോളൂ. പിന്നെ PPO നമ്പർ, ദാറ്റ് ഇസ് പെൻഷൻ പേയ്മെൻറ്റ് ഓർഡർ നമ്പർ എന്ന് പറഞ്ഞാണ്, അത് ആവശ്യമുണ്ട്. പിന്നെ അക്കൗണ്ട് നമ്പർ, നിങ്ങളുടെ പെൻഷൻ വരുന്ന ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ. സോ അതും മാൻഡേറ്ററി ആയിട്ട് ഇരിക്കണം. പിന്നെ നിങ്ങളുടെ ഇമെയിൽ ID യും ഹാൻഡി ആയിട്ട് വെച്ചോളൂ. പിന്നെ 70 റുപ്പീസിൻ്റെ ക്യാഷും റെഡിയായിട്ട് വെച്ചോളൂ ആക്ച്വലി. ഓക്കെ, പിന്നെ നമ്മൾ പ്രോസസ്സിലോട്ട് പോവാം. ഡയറക്റ്റായിട്ട് ഇതിൽ 2 റൂട്ട് ഉണ്ട്. ഒരു റൂട്ട് എന്തെന്ന് വെച്ചാൽ ഡയറക്റ്റായിട്ട് ലാപ്ടോപ്പിൽ പോവുക. ഈ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലും. ഡയറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്തോളൂ. ക്ലിക്ക് ചെയ്താൽ ഈ റൂട്ടിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ച പോലെ ലെഫ്റ്റിലുള്ള ഈ ബോക്സ് ഇല്ലേ അത് നിങ്ങൾക്ക് ഡിസ്പ്ലേ ആകും സ്ക്രീനിൽ. ഓക്കെ, അപ്പം ഞാനത് ഒരു ട്രയലും ഞാൻ ഇതിൽ ഡെമോവും ഞാൻ കാണിക്കാം. സോ അങ്ങനെ റൂട്ട് 1 ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ ഈ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാം. ഇതിൽ ആവശ്യമുള്ള ഡീറ്റെയിൽസ് എന്തെന്ന് നോക്കിയാൽ നിങ്ങളുടെ നെയിം, പെൻഷനേഴ്സ് നെയിം, പിന്നെ ഏത് അഡ്രസ്സിൽ നിങ്ങൾ ഇപ്പോൾ പ്രസൻ്റ് ആയിട്ട് റിസൈഡിങ് ആണ്, പിന്നെ അതിൻ്റെ പിൻകോഡ്, പിന്നെ ഇമെയിൽ അഡ്രസ്സും പിന്നെ ഫോൺ നമ്പറും, പിന്നെ സർവീസ് ഏത് സർവീസ് നിങ്ങൾക്ക് അവൈൽ ചെയ്യണമെന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഇതിൽ കുറേ സർവീസസ് ഉണ്ട്. അതിൽ IPBB എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, അത് നിങ്ങൾ സെലക്ട് ചെയ്യാം. പിന്നെ റിക്വസ്റ്റ് OTP കൊടുത്തോളൂ.
സോ അത് റിക്വസ്റ്റ് OTP കൊടുത്താൽ നിങ്ങളുടെ കൊടുത്ത മൊബൈൽ നമ്പർ OTP വരും, അത് നിങ്ങൾ എൻ്റർ ചെയ്തിട്ട് പിന്നെ സബ്മിറ്റ് ചെയ്യാം. സോ ഇത് റൂട്ട് 1. അങ്ങനെ ഇത് ഡയറക്റ്റായിട്ട് പോസ്റ്റൽ ഇൻഫോ ഏജൻസിന്ന് നമ്മൾ പോകും. അത് ഓക്കെ, ഇത് റൂട്ട് 1 ആണ്. സോ റൂട്ട് 1 ഇങ്ങനെ ലിങ്ക് തൊട്ട് സെക്കൻഡ് റൂട്ട് മൊബൈൽ വഴി പ്ലേ സ്റ്റോറിൽ പോവുക. റൈറ്റ് സൈഡ് ഞാൻ കാണിക്കുന്നുണ്ട് പോസ്റ്റൽ ഇൻഫോ എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ചെയ്യാം. ഞാൻ ഡയറക്റ്റായിട്ട് ആപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒഫീഷ്യൽ ആപ്പാണ്, നിങ്ങൾ കാണാം. ഇതിൽ സെൻറ്റർ ഫോർ എക്സലൻസ് ഇൻ പോസ്റ്റൽ ടെക്നോളജി വരുന്ന കൊടുത്തിട്ടുണ്ട്. ഇത് ഡയറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്യാം, ഞാനും ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഈ ആപ്പിൽ നിങ്ങൾക്ക് വേറെ ഫെസിലിറ്റീസും ഉണ്ട്. ഐ മീൻ പോസ്റ്റൽ വഴി നിങ്ങൾ വേറെ ഏതെങ്കിലും കൊറിയറോ അല്ല പാർസൽ അയച്ചാലും അതും ട്രാക്ക് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഈ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്തോളൂ. ഓക്കെ, സോ ആദ്യം ഓപ്പൺ ചെയ്താൽ ഫസ്റ്റ് ആക്സസ് ഒക്കെ ചോദിക്കും, അതൊക്കെ നിങ്ങൾ അലൗ ചെയ്തോളൂ. പിന്നെ ചെയ്തിട്ട് ആദ്യം നിങ്ങൾക്കൊരു ഡിസ്പ്ലേ വരും, എന്തൊക്കെയാണ് ന്യൂ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞത്. ഇത് ആദ്യം എൻഡ് യൂസർ ലൈസൻസ് എഗ്രിമെൻറ്റ് ഉണ്ടായിരിക്കും. ഇത് ഫുള്ള് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്തിട്ട് ലാസ്റ്റിൽ നിങ്ങൾക്ക് ഐ അഗ്രി എന്ന് പറഞ്ഞത് കൊടുത്താൽ നിങ്ങൾക്കുള്ള ഫസ്റ്റ് പേജ് വരുന്നത് എന്ത് ന്യൂ ആണ് ഈ ആപ്പിൽ എന്ന് പറഞ്ഞൊരു ഡിസ്പ്ലേ ഉണ്ടായിരിക്കും. ഇത് ഓക്കെ പ്രസ് ചെയ്തോളൂ. പിന്നെ സർവീസ് റിക്വസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ലിങ്ക് അതാണ് ആക്ച്വലി. ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ലെഫ്റ്റിൽ കാണിക്കുന്ന അതേ സ്ക്രീൻ ഇതിൽ റൈറ്റിലും വരും. സോ ഇത് മൊബൈൽ വെർഷൻ തന്നെയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ നെയിമും പിന്നെ നിങ്ങൾ ഇപ്പോൾ റിസൈഡ് ചെയ്യുന്ന അഡ്രസ്സും പിന്നെ പിൻകോഡ് എന്താണ്, പിന്നെ ഞാൻ പറഞ്ഞ പോലെ സർവീസസ് ഇതിൽ IPBB കൊടുത്താൽ മതി, ജീവൻ പ്രമാൺ എന്ന് പറഞ്ഞ് ആ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് പിന്നെ മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ട് റിക്വസ്റ്റ് OTP കൊടുത്താൽ ഈ നിങ്ങൾ അയക്കുന്ന ഈ ആപ്ലിക്കേഷൻ പോസ്റ്റൽ സർവീസിന് സബ്മിറ്റ് ആയി കാണും. സോ ഇതാണ് റൂട്ട് 2. ഇതിൽ ഏത് റൂട്ട് വേണമെങ്കിലും നിങ്ങൾ ചൂസ് ചെയ്യാം. ഏത് ഒന്ന് മാത്രം ചൂസ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്തോളൂ. സോ അങ്ങനെ ഞാൻ പ്രോസസ്സിങ് സമ്മറി ചെയ്തിട്ടുണ്ട്. ആദ്യം നിങ്ങൾ റിക്വസ്റ്റ് റേസ് ചെയ്താൽ നെക്സ്റ്റ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ പോവും. സോ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വിത്തിൻ 48 hours നിങ്ങൾക്ക് ഒരു കോൾ വരും അപ്പോയിൻമെൻറ്റ് വേണ്ടി. സോ നിങ്ങൾ സമയം പറഞ്ഞിട്ട് പിന്നെ ആ സമയത്തിൽ പോസ്റ്റ്മാനോ അല്ല ഗ്രാമിക് സെവാക് വീട്ടിൽ വരും. സോ മറ്റ് ഡോക്യുമെൻറ്റ്സും ഞാൻ പറഞ്ഞ ഡീറ്റെയിൽസും റെഡിയാക്കി വെച്ചോളൂ. സോ അങ്ങനെ ഹി വിൽ ബി ക്യാരിയിങ് ബയോമെട്രിക് ഡിവൈസ് ഓൾസോ. അങ്ങനെ നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ ആ ജീവൻ പ്രമാൺ ആപ്പിൽ ഫുൾ ഫില്ല് ചെയ്തിട്ട് പിന്നെ നിങ്ങളും അത് ക്രോസ് ചെക്ക് ചെയ്തോളൂ. എന്തൊക്കെ ഡീറ്റെയിൽസ് വേണോ അതൊക്കെ നിങ്ങൾ കൊടുത്താലും മതി. സോ അങ്ങനെ ദേ വിൽ ഫിൽ ദെയർ ഓൾ ദ ഡീറ്റെയിൽസ് by referring to all the documents which you have given. പിന്നെ സ്കാനിങ് എടുക്കും, നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് സ്കാനിങ് എന്തുണ്ടോ അത് ചെയ്യും. പിന്നെ അത് സക്സസ്ഫുൾ ആയ ശേഷം നിങ്ങൾക്കൊരു കൺഫർമേഷൻ വരും SMS ത്രൂ ഫോർ സബ്മിഷൻ. ഓക്കെ, സോ അങ്ങനെ ജീവൻ പ്രമാൺ ഫ്രം ഹോം വിത്തൗട്ട് ഈവൻ ബൈയിങ് ബയോമെട്രിക് ഡിവൈസ് യു ക്യാൻ അക്കോംപ്ലിഷ്. സോ ഇതിന് ശേഷം ഓട്ടോമാറ്റിക് ഫോർവേഡിങ് നമ്മുടെ പെൻഷൻ ബാങ്ക് ഏത് ബാങ്കിൽ നിങ്ങൾക്ക് വരുന്നുണ്ടോ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഫോർവേഡ് ആകും. നിങ്ങൾ ഡയറക്റ്റായിട്ട് വിസിറ്റ് ചെയ്യുന്ന ആവശ്യമില്ല. പിന്നെ 2 daysനകത്ത് നിങ്ങൾക്ക് കൺഫർമേഷൻ വരും ദാറ്റ് ജീവൻ പ്രമാൺ സബ്മിറ്റ് ചെയ്തത് വാലിഡ് ആണ്, സക്സസ്ഫുൾ ആണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വരും. സോ അങ്ങനെ for this year you will be successfully submitting the Jeevan Pramaan certificate without visiting the CSC സെൻറ്ററോ അല്ല ബാങ്കോ അല്ല ഏത് സാങ്ഷനിങ് അതോറിറ്റി അവിടെ പോകേണ്ട ആവശ്യമില്ല. സോ ഇങ്ങനെ ഈ പ്രോസസ്സിൽ ബിക്കോസ് ഓഫ് ദിസ് പർട്ടിക്കുലർ നോട്ടിഫിക്കേഷൻ വിച്ച് ഞാൻ വിചാരിക്കുന്നത് ഒരു ദീപാവലി സർപ്രൈസിങ് ഗിഫ്റ്റുമാണ്. നിങ്ങൾക്കറിയാം ഡിസംബർ എൻഡാണ് നിങ്ങളുടെ ഡെഡ് ലൈൻ. സോ അങ്ങനെ ഈ ഫെസിലിറ്റി നിങ്ങൾ അവൈൽ ചെയ്തിട്ട് യു ക്യാൻ മേക്ക് യൂസ് ഓഫ് ദാറ്റ്. റെഫറൻസസ് ഡിസ്ക്രിപ്ഷനിലും ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്, ന്യൂസാണ്. സോ അതിനെ വെച്ച് ഞാൻ ചെയ്ത വീഡിയോ ആണ് ഇത്. ഐ ഹോപ്പ് ദിസ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. മറ്റേ വീഡിയോസും നമ്മുടെ ചാനലിലുണ്ട് ജീവൻ പ്രമാണിനെ കുറിച്ച്. എന്തൊക്കെയാണ് ഐ മീൻ ത്രൂ ജീവൻ പ്രമാൺ ആപ്പോ അല്ല ഉമങ് വഴിയോ എങ്ങനെ സബ്മിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ വീഡിയോസുണ്ട്, അതും കാണുക. ആൻഡ് സെക്കൻഡ്ലി അതിനൊക്കെ ബയോമെട്രിക് ഡിവൈസിൻ്റെ ആവശ്യമുണ്ട്. സോ ഇതിൻ്റെ അത് ആവശ്യമില്ല. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ ഗൈസ്. താങ്ക്സ് സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ വരിക. പിന്നെ പ്ലീസ് ഷെയർ ദിസ് വീഡിയോ ഓൾസോ സോ ദാറ്റ് ഇറ്റ് റീച്ചസ് മാക്സിമം പീപ്പിൾ. താങ്ക്സ്.